എല്ലാവർക്കും നമസ്കാരം. ഇതിൽ സൂര്യനെക്കുറിച്ചുള്ള പൊതുവായ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. സൂര്യനെക്കുറിച്ച് അറിയുക, സൂര്യൻ എന്ന ഗ്രഹത്തെക്കുറിച്ച് അറിയുക ജ്യോതിഷപരമായിട്ടുള്ള രീതിയിൽ. പ്രപഞ്ചത്തിൻ്റെ പ്രത്യക്ഷ ദൈവവും പരമാത്മാവുമായ സൂര്യന് പുരാണങ്ങളിൽ പറയുന്നു ഒരച്ഛനും അമ്മയും ഉണ്ടായിരുന്നു എന്ന്. കശ്യപ പ്രജാപതിക്ക് അതിഥിയിൽ ജനിച്ച പുത്രനാണ് ആദിത്യൻ അഥവാ സൂര്യൻ. ആദിത്യന്മാർ 12 പേരുണ്ടത്രേ. നാം അവരെ ഒന്നായാണ് കാണുന്നതെങ്കിലും ദ്വാദശ ആദിത്യന്മാർ എന്നാണ് അവരെ വിളിക്കുക. മേടം മുതൽ 12 വരെയുള്ള ഓരോ മാസത്തിലും ഇതിൽ ഓരോരുത്തരാണ് ഉദിക്കുക. ഓരോ മാസത്തിൻ്റെ ആധിപത്യവും ഇവരിൽ ഓരോരുത്തർക്കാണ്. വേദകാലത്തെ സ്തുതികളിലും സൂക്തങ്ങളിലും ദ്വാദശ ആദിത്യന്മാർ കടന്നു വരുന്നുമുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായി പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ജ്യോതിഷപരമായിട്ടുള്ള പുതിയ അറിവുകൾ നമുക്ക് പങ്കുവയ്ക്കാം. മറ്റൊരു പക്ഷം ആദിത്യൻ ഒന്നേ ഉള്ളൂ എന്നും ഓരോ മാസത്തിലും നിറഭേദങ്ങളോടെ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് അല്ലെങ്കിൽ ഓരോ രാശിയുടെ ആധിപത്യം നൽകിയിരിക്കുന്നത് കൊണ്ട് 12 ആദിത്യന്മാർ എന്ന അർത്ഥത്തിൽ ദ്വാദശ ആദിത്യന്മാരെന്ന് വിശേഷിപ്പിക്കുന്നതാണ് എന്നും ഒരു രീതിയുണ്ട്. അതായത് മേടമാസത്തിൽ വരുണൻ, അത് കൃഷ്ണവർണ്ണമായിരിക്കും. ഇടവമാസത്തിൽ സൂര്യൻ രക്തവർണ്ണവും, മിഥുനമാസത്തിൽ സഹസ്രാംശു പല നിറത്തിലും, കർക്കിടക മാസത്തിൽ ദാതാവ് പീതവർണ്ണത്തിലും, ചിങ്ങം മാസത്തിൽ തപനൻ വെളുപ്പ് നിറത്തിലും, കന്യമാസത്തിൽ സവിതാവ് അതും വെളുപ്പ് നിറത്തിലും, തുലാമാസത്തിൽ ഗഭസ്തി ചുവപ്പ് നിറത്തിലും, വൃശ്ചികമാസത്തിൽ രവി മഞ്ഞ നിറത്തിലും, ധനുമാസത്തിൽ പർജന്യൻ തത്തപ്പച്ച നിറത്തിലും, മകരമാസത്തിൽ തൊഷ്ടാവ് വെളുപ്പ് നിറത്തിലും, കുംഭമാസത്തിൽ മിത്രൻ പുക നിറത്തിലും, മീനമാസത്തിൽ വിഷ്ണു പല നിറത്തിലും. ഇങ്ങനെയാണ് 12 ആദിത്യന്മാർ. സൂര്യൻ്റെ സാരഥി അരുണനാണ്. മാഠരൻ, പിങ്കളൻ, ദണ്ഡൻ എന്നിവരാണ് സൂര്യൻ്റെ അംഗരക്ഷകന്മാർ. 7 വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിലാണ് സൂര്യൻ്റെ സഞ്ചാരം. സൂര്യൻ്റെ തേരിൽ അരുണനും അംഗരക്ഷന്മാർക്കൊപ്പം 1000 മുനിമാരും കഴിയുന്നു. ഇവരെ ബാലഖില്യന്മാർ എന്നും വിളിക്കും. സൂര്യനിൽ നിന്നുമാണ് ഹനുമാൻ വിദ്യാഭ്യാസം നേടിയത് എന്നത് പ്രസിദ്ധമാണ്. വാൽമീകി രാമായണത്തിൽ പരാജയം മുന്നിൽ കണ്ട ശ്രീരാമനെ അഗസ്ത്യമുനി രക്ഷിക്കുന്നത് ആദിത്യ ഹൃദയം എന്ന മന്ത്രം ഉപദേശിച്ചാണ്. യോഗശാസ്ത്രങ്ങൾക്കനുസരിച്ച് പ്രാധാന്യമുള്ളതും മികച്ച ഒരു വ്യായാമമുറയുമാണ് സൂര്യ നമസ്കാരം. വിശ്വകർമാവിൻ്റെ മകളായിരുന്ന സജ്ഞയാണ് സൂര്യൻ്റെ പത്നി. സജ്ഞയുടെ നിഴലായ ഛായയും സ്ത്രീരൂപം പൂണ്ട് സൂര്യൻ്റെ പത്നി പദം അലങ്കരിച്ചതായി പുരാണങ്ങളിലുണ്ട്. ഉഷ എന്നൊരു പത്നിയെക്കുറിച്ചും പരാമർശമുണ്ട്. സജ്ഞ, ഛായ എന്നിവരിലായി മനു, യമൻ, യമുന, ശനി, തപതി തുടങ്ങിയ മക്കളും ഉണ്ടായി. രാമായണത്തിലെ സുഗ്രീവനും മഹാഭാരതത്തിലെ കർണനും സൂര്യാത്മജരെന്ന് പ്രശസ്തമാണ്. ഇനി അത് ജാതകത്തിലേക്ക് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ജാതകന് അതെങ്ങനെ സൂര്യൻ്റെ സാന്നിധ്യം പ്രതാപം ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് പ്രശസ്തമായൊരു പ്രമാണമുണ്ട്. പ്രതാപശാലി ചതുരശ്രദേഹി ശ്യാമാരുണാംഗോ മധുപിംഗലാക്ഷ പിത്താത്മക സ്വൽപഗജാഭിരാമോ ദിവാകരസത്വഗുണപ്രധാന എന്നാണ്. അതായത് ചതുരശ്രതനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളവും പൊക്കവും ഒക്കെ ഏകദേശം ഒരേപോലെ വരുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, മെലിഞ്ഞ് നീണ്ടിട്ട് ചിലവർ വണ്ണം വെച്ചിട്ട്. ഇതങ്ങനെയല്ല, ഒത്ത ശരീരമായിരിക്കും. അതാണ് ചതുരശ്രദേഹി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രതാപശാലി, ആദിത്യൻ ഒരാളുടെ ജാതകത്തിൽ നല്ല നിലയിലാണെങ്കിൽ അയാൾക്ക് പ്രതാപ നല്ലപോലെ ഉണ്ടാകും, പ്രതാപശാലിയായിരിക്കും. ശരീരത്തിൻ്റെ നിറമാകട്ടെ ശ്യാമാരുണന് തുല്യമായിരിക്കും. അതായത് ഇളം കറുപ്പും ചുവപ്പും കലർന്ന ഒരിതും. അതുപോലെ തന്നെ എല്ലുകൾക്ക് നല്ല ബലവുമുണ്ട്. തലമുടി തീരെ കുറവാണ്. ഉപ്പൂറ്റി ഉള്ളിലോട്ട് ഒതുങ്ങിയ കാലുകളുമാണ്. പിത്തപ്രകൃതിയുമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക്
തേനിൻ്റെയും പിങ്കളത്തിൻ്റെയും നിറമായിരിക്കും. അതുപോലെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, സൂര്യൻ ഒരു സാത്വികനാണ്. എന്നാലും മുഖത്തും പെരുമാറ്റത്തിലും തുളുമ്പുന്ന രാജകീയതയും പ്രതാപവും ഉണ്ടായിരിക്കും. രാജലക്ഷണങ്ങൾ വാക്കിലും നോക്കിലുമുണ്ടെന്നു തന്നെ പറയുക. ഊക്കുള്ള വാക്ക്, അതായത് കട്ടിപ്പിച്ച വാക്കുകളായിരിക്കും. മുഴങ്ങുന്ന ശബ്ദം, ഇരുത്തം വന്ന ശീലം, ഇതൊക്കെ സഹജമാണ്. സൂര്യൻ ഒരാളുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണെങ്കിൽ നല്ല നിർബന്ധശീലം ഉണ്ടാവും. ഉറച്ച ഇഷ്ടാനിഷ്ടങ്ങളാണ്, സ്ഥായിയായ താല്പര്യങ്ങളുമാണ്. എതിരാളിയെ നിഷ്പ്രഭമാക്കുന്ന തീക്ഷ്ണതയും ശൗര്യത്വവും ഉണ്ടായിരിക്കും. ദുഷ്ടചിന്തകൾ കടന്നുകയറുന്ന മനസ്സുള്ളവനാണെങ്കിലും പൊതുവെ വികസനത്തിൻ്റെയും മുന്നോട്ടുപോക്കിൻ്റെയും വക്താവാണ്. ആത്മധൈര്യവും ഹൃദയബലവും ശാരീരിക ക്ഷമതയും വേണ്ടുവോളവുമുണ്ട്. ഒരാളുടെ ഗ്രഹനിലയിൽ ബലവാനായ സൂര്യൻ ലഗ്നവുമായി സാത്വിക ഭാവങ്ങളായ 4, 5, 9 എന്നിവയായോ ബന്ധപ്പെടുമ്പോൾ ഈ ലക്ഷണങ്ങൾ ജാതകനിലും മാനുഷിക മുദ്രകളോടെ പ്രത്യക്ഷപ്പെടും. ഇനി ഇതെങ്ങനെ ഫലത്തിൽ വരുന്നു എന്ന് നമുക്ക് നോക്കാം. അതിന് മുഖ്യമായിട്ടൊരു കാര്യം കൂടിയുണ്ട്. സൂര്യൻ പ്രാണകാരകനാണ്. ശരീരാവയവങ്ങളിൽ ഹൃദയത്തിൻ്റെ ഭരണകർത്താവുമാണ്. അതുകൊണ്ട് ഒരാളുടെ ഹൃദയത്തിൻ്റെ ബലവും അതുപോലെ തന്നെ പ്രാണൻ്റെ ബലവുമൊക്കെ സൂര്യൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൊണ്ട് നോക്കണം. അതിന് ജാതകം നോക്കിയാൽ മാത്രമേ കാര്യമുള്ളൂ. ഇനിയിപ്പം ഫലത്തിലേക്ക് വരുന്ന ഈ പറഞ്ഞ സൂര്യൻ്റെ ഗുണങ്ങളൊക്കെ എങ്ങനെ ഫലത്തിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ പറഞ്ഞല്ലോ 12 രാശികളാണുള്ളത്. ആ 12 രാശികളെ ചരം, സ്ഥിരം, ഉഭയം എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മേടം ചരരാശിയാണ്. അപ്പോൾ ഇടവം സ്ഥിരരാശിയും മിഥുനം ഉഭയരാശിയുമാണ്. അതായത് ചതുര ആകൃതിയിലാണ് ഒരു രാശിചക്രം. അപ്പോൾ കോൺ രാശികളെല്ലാം ഉഭയരാശി എന്ന് വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം. അതിനെ തുടർന്ന് വരുന്ന രാശികൾ ചരം, സ്ഥിരം, ഉഭയം അങ്ങനെ ചിന്തിക്കണം. ഇതിൽ ഓരോ രാശിയും നിൽക്കുന്നതനുസരിച്ച് ജാതകൻ്റെ സ്വഭാവ ഗുണങ്ങൾ എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഉദാഹരണമായിട്ട് ഒരു സ്വഭാവം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വാക്ക്, പ്രവൃത്തി, നിർബന്ധശീലം, ഇതൊക്കെ വ്യക്തിത്വമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. ചരരാശിയിലാണ് ഒരാളുടെ സൂര്യൻ നിൽക്കുന്നത് എന്ന് ചിന്തിച്ചാൽ സ്വഭാവ ചാഞ്ചല്യം, വാക്കുവ്യത്യാസം, ഒരു പണിയും പൂർത്തിയാക്കില്ല, അതായത് ആരംഭശൂരത്വം മാത്രമേ കാണുള്ളൂ, നിർബന്ധശീലം ഒന്നും ഉണ്ടായിരിക്കുകയില്ല, അങ്ങനെ അങ്ങ് ജീവിച്ചു പോവും. എങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ സൂര്യൻ സ്ഥിരരാശിയിൽ നിൽക്കുകയാണെങ്കിൽ, മേടം മുതലായ സ്ഥിരരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഉറപ്പുള്ള സ്വഭാവമായിരിക്കും. അതായത് അദ്ദേഹത്തിന് ജനിച്ച് മരിക്കുവോളം ഒരേ നിഷ്ഠകളായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അതുപോലെ തന്നെ വാക്ക് ഉറച്ച വാക്കായിരിക്കും, ഒറ്റ വാക്കേ പറയുള്ളൂ, അത് പ്രാവർത്തികം, അതിനെ പ്രവർത്തിക്കുന്നതൊക്കെ പറയുള്ളൂ എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ തന്നെ വാക്കുപോലെ തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൊന്നും മാറ്റം ഉണ്ടാവില്ല. നിർബന്ധശീലം ഇവയൊക്കെ ആയിരിക്കും. എങ്കിൽ ഉഭയരാശിയിലാണെങ്കിൽ സാഹചര്യത്തിനൊത്ത് ജീവിക്കും. അതുപോലെ തന്നെ അവസരവാദി എന്ന പേരുദോഷം കേൾപ്പിക്കും. ഉള്ളത് കൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോകും. പൊതുവേ പറഞ്ഞാൽ സൂര്യൻ വലിയ ശക്തിയോടുകൂടി നിന്നാൽ ജാതകൻ വലിയ അംഗീകാര അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങൾ ഉള്ളയാളും രാഷ്ട്രീയ പ്രതാപം ഉള്ളയാളൊക്കെ ആയിത്തീരുന്നതാണ്. ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമസ്തേ. ഒന്ന് ശിവായ.